ഒരു ചെറിയ ഒബ്സർവേഷൻ പറഞ്ഞ് തന്നെ തുടങ്ങട്ടെ. കേരളത്തിലെ ഒരു വില്ലേജ് റോഡിൽ നിൽക്കുക. 5 മിനിറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മോഡിഫൈഡ് താർ, ഫോർച്യൂണർ, ഓൾഡ് റീസ്റ്റോർഡ് ജീപ്പ്, പ്രീമിയം ആയിട്ടുള്ള അലോയ് വീൽസ് യൂസ് ചെയ്യുന്ന വണ്ടികൾ, കസ്റ്റം ഓഡിയോ സെറ്റപ്പ് ഉള്ള വണ്ടികൾ, സെറാമിക് കോട്ടഡ് കാർസ്, ഓഫ് റോഡ് സ്റ്റിക്കേഴ്സ്, ട്രാവൽ വെഹിക്കിൾസ്, കാർ ക്ലബ്സ്. ഇപ്പോൾ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. ഇതെല്ലാം എങ്ങനെയാണ് ഒരു ചെറിയ സംസ്ഥാനം ഇത്രയും ശക്തമായി വളർന്നത്? കാരണം നമ്മൾ കൂടുതലും സമ്പന്നരായതുകൊണ്ടാണോ? കാരണം കേരളത്തിൽ കൂടുതൽ വാഹനങ്ങളുള്ളതുകൊണ്ടാണോ? ഇതൊന്നുമല്ല. യഥാർത്ഥ കാരണം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണ്. ദുബായ്, ഖത്തർ, സൗദി, കുവൈറ്റ്, ഒമാൻ, ബഹ്റിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ കാർ കൾച്ചറിനെ കുറിച്ച് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് എക്കണോമിക് സിസ്റ്റത്തെക്കുറിച്ചാണ്. ഒരു എക്കണോമിക് സിസ്റ്റം, അതിൻ്റെ റൂട്ട് ഗൾഫ് ഡെസേർട്ടിലാണ്. 1970, 80, 90കളിൽ ലക്ഷക്കണക്കിന് മലയാളീസ് ഗൾഫിലേക്ക് പോന്നു. അവർ തിരിച്ചു വന്നപ്പോൾ വെൽത്ത് മാത്രമല്ല കൊണ്ടുവന്നത്, അവർ എക്സ്പോഷർ കൊണ്ടുവന്നു, മൈൻഡ് സെറ്റ് കൊണ്ടുവന്നു, സ്റ്റാൻഡേർഡുകൾ കൊണ്ടുവന്നു. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. 1985 ഒരു മലയാളി ദുബായിൽ ഇറങ്ങുന്നു. കേരളത്തിൽ കണ്ട റോഡ്സിനേക്കാൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള റോഡ്സ്, കേരളത്തിൽ കണ്ട വണ്ടികളേക്കാൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വണ്ടികൾ, ലാൻഡ് ക്രൂയിസർ, പെട്രോൾ, അമേരിക്കൻ പിക്കപ്സ്, ലക്ഷറി സെഡാൻസ്, വലിയ ഹൈവേകൾ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഗ്യാരേജുകൾ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ, ഡീറ്റെയിലിംഗ് സെൻറ്റേഴ്സ്, പെർഫോമൻസ് ട്യൂണിംഗ് ഷോപ്സ്, ഓഫ് റോഡ് കമ്മ്യൂണിറ്റീസ്. അന്ന് അവർ ചിന്തിച്ചിരുന്നില്ല ഇതെല്ലാം ഒരിക്കൽ കേരളത്തിൽ വരുമെന്ന്. പക്ഷേ സ്ലോലി അത് സംഭവിച്ചു. ഒരു ഇൻട്രസ്റ്റിംഗ് സൈക്കോളജിക്കൽ ഫാക്ട്സ് പറഞ്ഞ് തന്നെ തുടങ്ങാം. ഒരു ഗൾഫ് മലയാളി പലപ്പോഴും തന്നെ ആദ്യ വലിയ അച്ചീവ്മെൻറ്റ് മെഷർ ചെയ്തത് ഒരു വീട് കൊണ്ടോ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് കൊണ്ടോ അല്ല, അതൊരു വണ്ടി വാങ്ങിച്ചുകൊണ്ടാണ്. ഫസ്റ്റ് വാങ്ങിക്കുന്നത് ഒരു കൊറോള, അല്ലെങ്കിൽ പജേറോ, അല്ലെങ്കിൽ പ്രാഡോ, അല്ലെങ്കിൽ ഒരു ലാൻഡ് ക്രൂയിസർ. വെഹിക്കിൾ ബിക്കംസ് പ്രൂഫ് ഓഫ് സക്സസ്. ആ വണ്ടി അവരുടെ സക്സസ്സിനെ വിളിച്ചറിയിക്കാനായിട്ട് അവർ വാങ്ങിച്ചുകൊണ്ടിരുന്നു. ആ മൈൻഡ് സെറ്റ് പിന്നീട് കേരളത്തിലും വന്നു. അതിനുശേഷം കാർ ഓണർഷിപ്പ് തന്നെ മാറി മറിഞ്ഞു. അതൊരു യാത്രയ്ക്കുള്ള ഉപകരണം മാറി, അതൊരു ഐഡൻറ്റിറ്റിയായി വളർന്നു. ഐഡൻറ്റിറ്റി പിന്നെ ഒരു പാഷൻ അതൊരു കമ്മ്യൂണിറ്റിയായി ഒരു ഇൻഡസ്ട്രിയായി തന്നെ വളർന്നു. ഇതാണ് കേരളത്തിൻ്റെ ഓട്ടോമോട്ടീവ് സ്റ്റോറി. പക്ഷേ ഇവിടെ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. കേരളത്തിലെ മോഡിഫിക്കേഷൻ കൾച്ചർ യഥാർത്ഥത്തിൽ മോഡിഫിക്കേഷൻ ഇൻഡസ്ട്രി അല്ല, അതൊരു നോളജ് ഇൻഡസ്ട്രിയാണ്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇന്നും ടയർ വാങ്ങുമ്പോൾ ചോദിക്കുന്നത് സൈസ് എന്താ, അതുപോലുള്ള കാര്യങ്ങളാണ്. പക്ഷേ കേരളത്തിലെ എന്തൂസിയാസ്റ്റ് ചോദിക്കുന്നത് അതിൻ്റെ ലോഡ് ഇൻഡെക്സ് എന്താണ്, സ്പീഡ് റേറ്റിംഗ് എന്താണ്, സൈഡ് വാളിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയുണ്ട്, അത് എന്ത് കോമ്പൗണ്ട് ടയറാണ്, മാനുഫാക്ചറിങ് വീക്ക് ഏതാ. ഇതിൻ്റെയൊക്കെ കാരണം എവിടെ നിന്ന് വരുന്നതെന്നറിയാവോ? പലപ്പോഴും ഗൾഫിൽ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാരുമായിട്ടുള്ള സംസാരവും ആ ഒരു എക്സ്പീരിയൻസുമാണ്. ഡെസേർട്ട് ഹൈവേസ്, എക്സ്ട്രീം ആയിട്ടുള്ള ടെമ്പറേച്ചർ, ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിംഗ്, ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി. ടയർ സയൻസ് അവിടെ ഒരു സർവൈവൽ ഇഷ്യൂ ആണ്, അല്ലാതെ ഒരു ലക്ഷറി അല്ല. അതാണ് കേരളത്തിലെത്തിയത്. സസ്പെൻഷൻ സയൻസ്, അലൈൻമെൻറ്റ് സയൻസ്, വീൽ ബാലൻസിങ്, പെയിൻ പ്രൊട്ടക്ഷൻ, വണ്ടിയിലുള്ള ഡീറ്റെയിലിംഗ്, റസ്റ്റ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതുപോലെ ഫ്ലൂയിഡ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെയിൻ്റനൻസ്. ഇവയൊക്കെ ഗൾഫ് ഇൻഫ്ലുവൻസ് വഴിയാണ് ശക്തമായി ഇന്ത്യ വളർന്നത്. ഇനി നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് നോക്കാം. കേരളത്തിലെ പല എക്സ്പീരിയൻസ്ഡ് എന്തൂസിയാസ്റ്റുകൾക്കും വെഹിക്കിൾ ഡൈനാമിക്സിനെ കുറിച്ചുള്ള പ്രാക്ടിക്കൽ നോളജ് ചില എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് എക്സ്പേർട്സിനേക്കാളും കൂടുതലായിരിക്കും. കാരണം അവർ വർഷങ്ങളായി വണ്ടി ഉപയോഗിച്ച് പഠിച്ചവരാണ്. ഇപ്പോൾ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം നോക്കാം. ഒരു മോഡിഫൈഡ് വെഹിക്കിൾ എത്ര ആളുകൾക്ക് ഇൻകം നൽകുന്നു എന്നുള്ളൊരു കാര്യം. ഒരു ഫോർച്യൂണർ മോഡിഫിക്കേഷൻ പ്രോജക്റ്റ്, അതിന് അലോയ് വീൽ സപ്ലയർ, ടയർ ഡീലർ, അലൈൻമെൻറ്റ് സ്പെഷ്യലിസ്റ്റ്, ഇതെല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ആൾ, പെയിൻറ്റ് ചെയ്യുന്ന ആൾ, ഡീറ്റെയിലിംഗ് ചെയ്യുന്ന ആൾ, ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്ന ആൾ, വീഡിയോഗ്രാഫർ, കണ്ടൻറ് ക്രിയേറ്റർ, സ്റ്റിക്കർ ഡിസൈനർ, ടൂർ ഓപ്പറേറ്റർ, ആക്സസറി ഇമ്പോർട്ടർ, ഇലക്ട്രീഷ്യൻ, മെക്കാനിക്, സോഫ്റ്റ്വെയർ ട്യൂണർ. ഒരു വണ്ടിയുടെ ചുറ്റിപ്പറ്റി ഒരു 20 to 30 പേർക്ക് ഇൻഡയറക്റ്റ്ലി ബെനിഫിറ്റ് ചെയ്യാം. ഇതാണ് ഹിഡൻ എക്കോണമി. കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഓട്ടോമോട്ടീവ് എക്കോസിസ്റ്റം വഴി ലൈവ്ലിഹുഡ് കണ്ടെത്തുന്നു, ജീവനമാർഗം കണ്ടെത്തുന്നു. ഇതൊരു വെഹിക്കിൾ ബിസിനസ് മാത്രമല്ല, ഒരു സ്കിൽഡ് എക്കോണമിയാണ്, നോളജ് എക്കോണമിയാണ്, എക്സ്പീരിയൻസ് എക്കോണമിയാണ്. ഇവിടെ ഓൺട്രപ്രണേഴ്സ് അല്ലെ സംരംഭകർ പഠിച്ചിരിക്കേണ്ട ഒരു വലിയ ബിസിനസ് പാഠമുണ്ട് കേട്ടോ. മോസ്റ്റ് പീപ്പിൾ സ്റ്റാർട്ട് ബിസിനസ് ആൻഡ് ദെൻ സെർച്ച് ഫോർ കസ്റ്റമേഴ്സ്. പല ആളുകളും ആദ്യം ബിസിനസ് തുടങ്ങും, അത് കഴിഞ്ഞാൽ എങ്ങനെ ആ കസ്റ്റമേഴ്സിനെ ആ ബിസിനസ്സിൽ എത്തിക്കാം എന്ന് ഉള്ള പഠനം നടത്തും. പക്ഷേ കേരളത്തിലെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ആദ്യം ഒരു കമ്മ്യൂണിറ്റി വന്നു, അതിനുശേഷം കസ്റ്റമേഴ്സ് വന്നു, പിന്നെ അതിനെ കാറ്റർ ചെയ്യാനുള്ള ബിസിനസ് വന്നു. കമ്മ്യൂണിറ്റി ഫസ്റ്റ് മോഡൽ, അതാണ് വിജയത്തിൻ്റെ കാരണം. കേരളത്തിലെ ഓട്ടോമോട്ടീവ് യൂട്യൂബ് ചാനൽസ് ഇത്രയും വളരാൻ കാരണം ഓഡിയൻസ് ലോക്കലല്ല, ഗ്ലോബലാണ്.
ഒരു വ്യൂവർ കോഴിക്കോട്, മറ്റൊരു വ്യൂവർ ദുബായ്, ഒരു വ്യൂവർ റിയാദ്, ദോഹ, മസ്കറ്റ്, അങ്ങനെ പലയിടത്തു നിന്നും നമ്മുടെ കേരള ചാനലുകൾ കാണാൻ, കേരളത്തിൽ നിന്ന് വരുന്ന മലയാളം ചാനലുകൾ കാണാൻ ആളുകളുണ്ട്. പറയുന്ന എൻ്റെ ഈ കൊച്ചു ചാനൽ പോലും 80% ഇന്ത്യയിൽ നിന്നാണ് വ്യൂവേഴ്സെങ്കിൽ ബാക്കി 20% ഗൾഫ് കൺട്രീസും US-ലുമുള്ള മലയാളികളാണ് കാണുന്നത്. ഇവരെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു കോമൺ പാഷനാണ്. അത് വണ്ടിയോടുള്ള ഒരു അടങ്ങാത്ത പ്രേമമാണ്. ഈ ഗൾഫ് ഓഡിയൻസ് തന്നെയാണ് കേരളത്തിലെ ഓട്ടോമോട്ടീവ് കണ്ടൻറ് ഇൻഡസ്ട്രിയെയും സസ്റ്റെയിൻ ചെയ്തത്. പല ചാനൽസിൻ്റെ ഫസ്റ്റ് ലോയൽ കസ്റ്റമേഴ്സ് ഗൾഫ് മലയാളീസാണ്. ഇനി നമുക്കൊരു പ്രഡിക്ഷനിലേക്ക് കിടക്കാം. കേരളത്തിലെ നെക്സ്റ്റ് ഓട്ടോമോട്ടീവ് ഓപ്പർച്യൂണിറ്റി അതൊരു മോഡിഫിക്കേഷനിലല്ല, സ്പെഷ്യലൈസേഷനിലാണ്. EV റെട്രോഫിറ്റ്സ്, പ്രീമിയം ഡീറ്റെയിലിംഗ്, അതുപോലെ റീസ്റ്റോറേഷൻ, ഓട്ടോമോട്ടീവ് ടൂറിസം, അതുപോലെ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ്, ട്രെയിനിങ് ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ, ഓട്ടോമോട്ടീവ് സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകൾ, അത് AI ഉപയോഗിച്ചുള്ള ഡയഗ്നോസിസ്, ഇതിലെല്ലാം ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ കേരളത്തിനെ ഒരു ഓട്ടോമോട്ടീവ് ഹബ്ബായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ബിക്കോസ് വെഹിക്കിൾ റെസ്റ്റോറേഷൻ, ഓട്ടോമോട്ടീവ് മീഡിയ, പ്രീമിയം ഡീറ്റെയിലിംഗ്, ഓഫ് റോഡ് ടൂറിസം, വൈ നോട്ട്? കമ്മ്യൂണിറ്റി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, നോളജ് എക്സിസ്റ്റിംഗ് ആണ്, പാഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്, ഇൻഫ്രാസ്ട്രക്ചർ അതിനുവേണ്ടി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ദ ഫൗണ്ടേഷൻ ഈസ് ഓൾറെഡി ബിൽറ്റ്. അതിനാൽ അടുത്ത തവണ നിങ്ങളൊരു മോഡിഫൈഡ് വെഹിക്കിൾ കാണുമ്പോൾ അതൊരു കാർ മാത്രമായി കാണരുത്. അതൊരു മൈഗ്രേഷൻ്റെ സ്റ്റോറിയാണ്, അതൊരു ഫാമിലിയുടെ ഡ്രീമാണ്, അതൊരു വർക്ക്ഷോപ്പ് ഓണറിൻ്റെ ജീവനമാർഗ്ഗമാണ്, അതൊരു കണ്ടൻറ് ക്രിയേറ്ററിൻ്റെ കരിയറാണ്, അതൊരു മെക്കാനിക്കലിൻ്റെ സ്കില്ലാണ്, അതൊരു സംരംഭകനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അതൊരു കേരളത്തിൻ്റെ ഒരു യുണീക്ക് ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. പല ആളുകളും പറയും ഗൾഫ് മണി ബിൽഡ് കേരള. ഞാൻ പറയുന്ന മറ്റൊന്നാണ്, ഗൾഫ് മണി ബിൽഡ് ബിൽഡിങ്സ് ബട്ട് ഗൾഫ് എക്സ്പോഷർ ബിൽഡ് എക്കോസിസ്റ്റംസ്. One of the most fascinating ecosystem it built was Kerala's automotive culture. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്ന വാഹനം ഏതാണ്? നിങ്ങളുടെ കുടുംബത്തിനോ ഗൾഫ് ജീവിതത്തിനോ ഏറ്റവും കൂടുതൽ ഓർമ്മകൾ സമ്മാനിച്ച ആ വെഹിക്കിളിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യാമോ? അതിനെപ്പറ്റി കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്.